തട്ടിപ്പുറത്തിട്ടുള്ള എഴുത്ത് പരീക്ഷയിൽ വളരെ പ്രധാനപ്പെട്ട ആസൂത്രണ ബോർഡിലെ ചില തസ്തികകളിലേക്ക് നടത്തിയ പരീക്ഷയിൽ ചില ചോദ്യങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന് മാത്രമല്ല PSC സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മുടെ ഉത്തരക്കടലാസ് വേണമെങ്കിൽ നേരിട്ട് മേടിച്ച് പരിശോധിക്കാനുള്ളൊരു അവസരമുണ്ട്. പുനർമൂല്യനിർണ്ണയം നടത്താനുള്ള സംവിധാനം വരെ ഇപ്പോൾ ഉണ്ട്. അത്ര സുതാര്യമാണ് PSC, പഴയ PSC അല്ല. ആ PSCയിൽ നിന്ന് ഈ ഉദ്യോഗാർത്ഥിക്ക് അദ്ദേഹത്തിൻ്റെ ആൻസർ ഷീറ്റ് ചോദിച്ചിട്ട് കൊടുക്കുന്നില്ല. ആൻസർ ഷീറ്റിന് വേണ്ടി അദ്ദേഹം വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുക്കുന്നു, എന്നിട്ട് കൊടുക്കുന്നില്ല. അതിൻ്റെ പുറത്ത് അപ്പീൽ കൊടുക്കുന്നു, അപ്പലേറ്റ് അതോറിറ്റി അത് നിരാകരിക്കുന്നു. വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ കൊടുക്കുന്നു. അവസാനം 1.5 വർഷത്തിന് ശേഷമാണ് 30 ദിവസത്തിനകത്ത് കിട്ടേണ്ട ആൻസർ ഷീറ്റ് കിട്ടുന്നത് 1.5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ 3 ചോദ്യങ്ങൾക്ക് മാർക്ക് കിട്ടില്ല എന്ന രഹസ്യം പുറത്തു വരികയാണ്. അപ്പോൾ ഇത്ര വലിയ അഴിമതി നടക്കുന്ന, ഇത്രയും കെടുകാര്യസ്ഥത നിറഞ്ഞ ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ പബ്ലിക് സർവീസ് കമ്മീഷൻ മാറി എന്ന് പറഞ്ഞാൽ എന്തൊരു അതിക്രമമാണ് എന്നാലോചിച്ച് നോക്കും. ഇപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ്റെ കാലത്താണ് ഇത് ഇത്ര മോശമായെന്ന് പറഞ്ഞത്. MK സക്കീറിന് ശേഷം വന്ന പുതിയ ചെയർമാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ വിചാരം അദ്ദേഹം ഒരു പിണറായി വിജയനാണ്, ഇദ്ദേഹത്തിന് അവിടെ നിന്ന് എന്തും ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ട് പാർട്ടിക്കാർക്ക് വേണ്ടി പാർട്ടിക്കാർ നടത്തുന്ന ഒരു പാർട്ടി സ്ഥാപനമായിട്ട് പബ്ലിക് സർവീസ് കമ്മീഷൻ അധപ്പതിച്ചു, അല്ലെങ്കിൽ പുരോഗമിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കാര്യം. ഈ കേരളത്തിലെ പണിയും തുറവില്ലാതെ നടക്കുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ അവസാനത്തെ ആശാകേന്ദ്രമാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ. വേറെ എവിടെ ജോലി കിട്ടണമെങ്കിലും രൂപ അണ പൈസ കൃത്യം എണ്ണി കൊടുക്കണം. സഹകരണ ബാങ്കിൽ കിട്ടണമെങ്കിൽ, ദേവസ്വം ബോർഡിൽ കിട്ടണമെങ്കിൽ, എയ്ഡഡ് സ്കൂളിൽ കിട്ടണമെങ്കിൽ, കോളേജിൽ കിട്ടണമെങ്കിൽ, എവിടെ ആയാലും കൈക്കൂലിയാണ് മാനദണ്ഡം. പണമാണ് മുഖ്യം. പണമില്ലാത്തവൻ പിണം, അല്ലെങ്കിൽ പാർട്ടിക്കാരുടെ സ്വാധീനം വേണം. ഇതില്ലാത്തവർക്ക് ജോലി കിട്ടുന്ന ഒരേ ഒരു സ്ഥാപനമുള്ളൂ, അത് പബ്ലിക് സർവീസ് കമ്മീഷനാണ്, കേരള സർക്കാർ സർവീസാണ്. അവിടെ ഇതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് എന്താണ് ബാക്കിയുള്ളത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും സർക്കാർ ഈ കാര്യത്തിൽ കർക്കശമായ തീരുമാനമെടുക്കും. ഈ PSC ചെയർമാനെ അയാളിരിക്കുന്ന കസേരയോടുകൂടി ചവിട്ടി അറബിക്കടലിലേക്ക് തെറിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.